ഞാനൊരു ദിവസം ഈ വർഷം തന്നെ തുടക്കത്തിൽ ഒരു സ്ഥാപനത്തിൽ യാദൃശ്ചികമായി എത്തിപ്പെടുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയുള്ള ഒരു കൂട്ടം സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസിൽ. അവിടെയുള്ള ആ സ്ഥാപനത്തിന്റെ അതോറിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട അയാളെ മീറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം എന്നെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനോട് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ധാരണ വെച്ച് പരിചയപ്പെടുത്തിയതാണ്. ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ കുടുങ്ങി. അപ്പൊ ആദ്യം അയാള് ചെന്ന ഉടനെ ഒരു അരമണിക്കൂർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, വിദ്യാർത്ഥികളോട് അഭിമുഖീകരിക്കണം, അവരുടെ ഇടയിൽ സംസാരിക്കണം. എനിക്ക് ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തീരെ ഞാൻ പ്രിപ്പേർഡ് അല്ല. കുറച്ച് വലിയൊരു മാറ്റർ എൻ്റെ തലയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ കൊച്ചുമക്കളോട് സംസാരിച്ചാൽ അതൊരു അപമര്യാദയായി പോകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും അവരെ പരിഗണിച്ച് സംസാരിക്കണം. അപ്പോൾ ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഞാൻ പ്രിപ്പയർ ആകാൻ നിർബന്ധിതനായി. അദ്ദേഹമാണെങ്കിൽ എന്തിനാണ് എന്നെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതെന്നറിയോ? ഏകദേശം 80ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ആ 80ഓളം സ്റ്റുഡൻസിൽ ഭൂരിപക്ഷവും പല ഫാഷനുകൾക്ക് അഡിക്റ്റാണ്. എസ്പെഷ്യലി ഹെയർ കട്ടിങ് ചെയ്യുന്നതിൽ ഒരിക്കലും ആ സ്ഥാപനത്തിന് യോജിച്ചു പോകാൻ കഴിയാത്ത തരത്തിലുള്ള പലതരം ഹെയർ കട്ടിങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നല്ലൊരു ഹെയർ കട്ടിങ്ങിനെ എതിർക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ ഹെയർ കട്ടിങ്ങുകളുടെ പുതിയ പല ഫാഷനുകളും ഭയങ്കര വൃത്തികേടുകളാണ്. ചില ഫാഷനൊക്കെ കണ്ടാൽ ഈ കുട്ടി അടുത്ത കാലത്തൊന്നും കുളിച്ചിട്ടില്ല എന്ന് തോന്നും. അപ്പൊ ഭയങ്കര വൃത്തികേടാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസമാണ്. അപ്പൊ ഇത്തരം പ്രയാസങ്ങൾ കണ്ടിട്ടാണ് ഇവർ ഇതിനെ എതിരെ ശബ്ദിക്കുന്നത്. ഇത് ഞാൻ ഈ ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഞാനിങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള വിവരം അനുസരിച്ച് ഇത് ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് സ്ഥിരമായി ടീച്ചിങ് നടത്തുന്ന ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് ഇത് സാധ്യമാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് കാണിക്കൽ എങ്ങനെ? ഇത് കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ ഇടയിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ, ഞാൻ കൂടുതൽ സമയം സംസാരിക്കുന്നില്ല, ചെറിയ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്, നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമോ? ഒരു 90% പറഞ്ഞു ഓക്കെ, സഹകരിക്കാം. ഇടയിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു വോട്ടിംഗ് നടത്താൻ പോവുകയാണ്. വോട്ടിങ്ങിൽ 2 മോഡൽ ഇട്ടു, 2 മാതൃകകൾ ഇട്ടു. ഒന്ന്, ഞാൻ ഒരു വിദ്യാർത്ഥിയെ എ പൊസിഷനിൽ അവതരിപ്പിക്കുന്നു. ആ വിദ്യാർത്ഥിയുടെ മോഡൽ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ, ഡ്രസ്സിങ്ങിൽ, ഹെയർ കട്ടിങ്ങിൽ, അതുപോലെയുള്ള കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇതിലെല്ലാം ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ അവതരിപ്പിച്ചു. രണ്ടാമത്തതിൽ ഈ ഫാഷൻ മോഡൽ അവതരിപ്പിച്ചു. ഡ്രസ്സിങ്ങിൽ, ഹെയർ കട്ടിങ്ങിൽ, ആ നൃത്തത്തിൽ, എല്ലാറ്റിലും അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല കുട്ടിക്ക്, അതായത് ഒരു സച്ചരിതനായ, ഒരു നല്ലവനായ ഒരു കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എ പേഴ്സൺ ആണോ ബി പേഴ്സൺ ആണോ വോട്ട് ചെയ്യുക? കുട്ടികളൊക്കെ വോട്ട് രേഖപ്പെടുത്തി. 100% വോട്ട് ആർക്ക് കിട്ടി? എ. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയും കൂടെ കഴിഞ്ഞാൽ അവസാനിച്ചു. നിങ്ങളൊക്കെ ഇതിപ്പോ നല്ല കുട്ടിക്ക് വോട്ടിംഗ് രേഖപ്പെടുത്തി. എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്കൊക്കെ നല്ല കുട്ടിയാകാനാണോ ഇഷ്ടം, മോശം കുട്ടിയാകാനാണോ ഇഷ്ടം? ഇതും കൂടെ പറയണം. അപ്പൊ എല്ലാവരും എന്ത് പറയും? നല്ല കുട്ടിയാകാനാണ് ഇഷ്ടം. ഇതോടുകൂടെ ഞാൻ അവരോട് പറഞ്ഞു, ആക്ടിവിറ്റി അവസാനിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റൈറ്റാണ് നല്ല കുട്ടിയാവുക. നിങ്ങളെല്ലാം നല്ല കുട്ടിയാകാൻ ഇഷ്ടപ്പെടുന്നു. നല്ല കുട്ടിയുടെ സിംറ്റംസ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇല്ലേ? എല്ലാവർക്കും മനസ്സിലായി. ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഇഷ്ടമുണ്ട്, ഇത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ നിങ്ങൾ അറിയാതെ ആരോ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഈ മറ്റുള്ളവരുടെ, നിങ്ങൾ അറിയാതെയുള്ള നിങ്ങളിലേക്കുള്ള ആഭിമുഖ്യം, കടന്നുകയറ്റം, ഈ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കതിന് കഴിയും. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചു.
ഞാൻ ഈ പ്രിൻസിപ്പൾ സാർ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്, ഇയാൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയാൻ. അദ്ദേഹത്തിന് അതൊരു ഭയങ്കര കൗതുകമായി. കാരണം എല്ലാ വിദ്യാർത്ഥികളുടെയും മുഖത്ത് ആ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കേവലം അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത ഒരു വിക്രിയയാണ്. രണ്ടാമത്തെ മാറ്റർ കൂടി പറഞ്ഞിരുന്നു, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അയാൾ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു. ഞങ്ങളെ സ്ഥാപനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതല്ല, മറ്റൊന്നാണ്. എന്താ അത്? സയൻസ് ക്ലാസ് കൂടിയാണ് കൂടുതൽ ക്ലാസ്സുകളും. ഇവർക്ക് വേണ്ടി ക്ലാസ് റൂമുകളിൽ ഈ വലിയ ഏകദേശം നിങ്ങളെ പിന്നിൽ കാണുന്ന ആ ബോർഡിന്റെ വലുപ്പമുള്ള ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ. അതിൽ ഇന്റർനെറ്റ് ലഭ്യമാണ്, എല്ലാത്തരം ഫെസിലിറ്റീസും ഉള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായിരുന്നു, മാർക്ക് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ഒരു കമ്പനിയുടെ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസുകളിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കുട്ടികൾക്ക് സയൻസ് ക്ലാസ് പഠിക്കാൻ വേണ്ടി സമയം കൊടുത്താൽ കുട്ടികൾ മറ്റ് യൂട്യൂബുകളിൽ പോയി അവർക്കിഷ്ടമുള്ള റീൽസിലും ഷോർട്സിലും കണ്ടിരിക്കും. ഇതെങ്ങനെ തടയാം? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഹോംവർക്ക് ടൈമൊക്കെ കൊടുക്കുന്ന സമയം കൂടുതലും കുട്ടികൾ ഡിവൈസിൽ ഇത്തരം വേണ്ടാത്തരങ്ങൾ കണ്ടിരിക്കുന്നു. ഇതിനെന്ത് ചെയ്യാം? ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആശയക്കാരനുമാണ്. ഡിവൈസുകൾ നെഗറ്റീവ് അല്ല, ഡിവൈസുകൾ പോസിറ്റീവാണ് എന്ന വാദക്കാരനാണ്. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയെ നിങ്ങൾ ബാൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അതിന് ലിറ്ററേഷനാണ് വേണ്ടത്. സോഷ്യൽ മീഡിയ ലിറ്ററസി, സാക്ഷരതയാണ് വേണ്ടത്. അപ്പൊ എന്നോട് ചോദിച്ചു, അതെങ്ങനെ സാധ്യമാകും? അതിന്റെ പ്രാക്ടിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ക്ലാസ് സെലക്ട് ചെയ്യും. ഒരു ക്ലാസ്സിന് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് ഓപ്ഷനുകൾ കൊടുക്കണം. എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്? ഓരോ കുട്ടിക്കും മിനിമം 5 ഓപ്ഷനെങ്കിലും കൊടുക്കുക. ഈ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് പ്രൊജക്റ്റുകൾ തയ്യാറാക്കണം. പ്രൊജക്റ്റ് തയ്യാറാക്കാൻ അവർക്ക് ഡിവൈസുകൾ ഉപയോഗിക്കാം. അതിൽ AI ഉപയോഗിക്കാം. AI സോഴ്സുകൾ പലതുണ്ടല്ലോ, ഇപ്പൊ വ്യാപകമാണ്. AI ഉപയോഗിക്കാം, അല്ലാത്ത സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം, എന്തുപയോഗിക്കാം. പക്ഷെ ഈ പ്രൊജക്റ്റുകളിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയം, അങ്ങനെ ഞാൻ അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥാപനത്തിൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ഈ ആളല്ല, മറ്റൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് എന്തോ ഫോണോ അല്ലെങ്കിൽ ഡിവൈസോ എന്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല.